아, 맞아. 맞아, 맞아, 맞아. 아미들한테 사과는 하고 가야 되겠다. 그래, 그래. കഴിഞ്ഞ ലൈവിനെ കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കണം എന്ന് തോന്നി. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയോ എന്ന് ലൈവിന് ശേഷം ഞാൻ ആലോചിച്ചിരുന്നു. എനിക്കറിയില്ല, സത്യത്തിൽ ഞാനൊരു പബ്ലിക് ഫിഗർ ഒന്നുമല്ല. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന കാര്യമൊക്കെ മറന്ന് നിങ്ങളോട് ഓപ്പണായി സംസാരിക്കാറുള്ളത് കൊണ്ടായിരിക്കും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. സാധാരണ നമ്മൾ കാണുന്ന പലരും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ ഈ ഒരു വശം നിങ്ങളെ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകാം. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരുന്നു. എൻ്റെ ആ പ്രവൃത്തി കാരണം നിങ്ങൾക്ക് അല്പമെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തം ആർമി ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഹൃദയം തുറന്ന് സോറി പറയണമെന്നുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. അന്നൊരു പക്ഷേ ഞാൻ നല്ലൊരു മൂഡിലായതുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാകാം. ശരിക്കും എന്നോട് ക്ഷമിക്കണം. പിന്നെ എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നോട് താല്പര്യം കാണിക്കുന്നതിനും എന്നെ ശ്രദ്ധിക്കുന്നതിനും എല്ലാവരോടും നന്ദി മാത്രം. ചിലർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായാൽ അതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും എന്നെ സ്നേഹിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും വീണ്ടും നന്ദി. എനിക്ക് ആർമിയോട് പ്രധാനമായും ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. നമ്മുടെ കംബാക്ക് സമയമായിരുന്നല്ലോ അത്. എങ്കിലും എൻ്റെ പ്രവൃത്തികൾ കാരണം ഏതെങ്കിലും ആർമിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയം നൊന്ത് ക്ഷമ ചോദിക്കുകയാണ്. ഐ എം സോ സോറി. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടുള്ള എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ആത്മാർത്ഥതയുള്ളവനായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മികച്ചവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങൾ കാരണമാണ്. ഇതിനേക്കാൾ 10 ഇരട്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു നല്ല മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റായ ഒരാളാണെന്നോ എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കുക, നിങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തിലും പെരുമാറ്റത്തിലും ഞാൻ എന്നും സത്യസന്ധനായിരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല. നമുക്കതിലൊന്നും ചെയ്യാനുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം ക്ഷമ ചോദിക്കാൻ ആഗ്രഹിച്ചത് അതിൻ്റെ പേരിൽ. പക്ഷേ നമ്മുടെ ആർമികൾക്കിടയിൽ തന്നെ പല ടൈപ്പ് ആളുകളുമുണ്ട്. ചിലർക്കെങ്കിലും ഈ കാര്യത്തിൽ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കണമെന്ന് കരുതിയത്. ഞാൻ ആർമിയെ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ ചീത്ത വിളിക്കാൻ സാധിക്കും. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചീത്ത വിളിക്കുന്ന സെലിബ്രിറ്റികളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാതിരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഉന്മേഷം വന്നതുപോലെ തോന്നി. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു ജങ്കുക്കിൻ്റെ റീസെൻറ്റ് ലൈവിൽ ആൾ പറഞ്ഞ കാര്യങ്ങൾ. ഞാനിത് വീഡിയോ കാണാതെയാണ് വോയിസ് ഓവർ ചെയ്തത്. സോ ലിപ്സിങ്ങിൻ്റെ കാര്യത്തിലും ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ആളിങ്ങനെ വന്ന് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പുള്ളിക്ക് കമ്പനിയിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നിരിക്കണം. സോ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ മാപ്പ് പറച്ചിൽ ശരിക്കും ജങ്കുക്ക് പറയേണ്ടിയിരുന്നില്ല അല്ലേ?